ഓരോ കോപ്പിക്കും അനേകം വായനക്കാരുമായി കേരളത്തിന്റെ ജനകീയ ദിനപത്രം ദേശാഭിമാനി. പ്രബുദ്ധ കേരളത്തിന്റെ ശബ്ദം. ദേശാഭിമാനി മുഖപ്രസംഗം 2020 ഒക്ടോബർ 15 വ്യാഴം. കോൺഗ്രസ് ലീഗ് സഖ്യമായി UDF. ഇടതുപക്ഷമാണ് ശരിയെന്ന പ്രഖ്യാപനത്തോടെ LDFുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള കേരള കോൺഗ്രസ് മാണി തീരുമാനം UDFനേറ്റ കനത്ത അടിയാണ്. കേരള രാഷ്ട്രീയത്തിൽ ക്രിയാത്മകമായ ധ്രുവീകരണത്തെ ശക്തിപ്പെടുത്തുന്നതിന് ഈ തീരുമാനം സഹായകമാകും. കാലാവധി പൂർത്തിയാക്കാൻ പോകുന്ന LDF സർക്കാരിനുള്ള അംഗീകാരം കൂടിയാണ് ഈ തീരുമാനം. സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം UDFൽ നിന്നും പുറത്തുവരുന്ന രണ്ടാമത്തെ പാർട്ടിയാണ് കേരള കോൺഗ്രസ്. നേരത്തെ UDFന്റെ ജനവിരുദ്ധ സമീപനങ്ങളിൽ പ്രതിഷേധിച്ച് LJD മുന്നണി വിടുകയും LDFന്റെ ഭാഗമാകുകയും ചെയ്തു. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണിയും ഇടതുപക്ഷത്തോട് ചേർന്നു പ്രവർത്തിക്കുന്നതോടെ ഫലത്തിൽ കോൺഗ്രസ് ലീഗ് മുന്നണിയായി UDF മാറി. UDFന്റെ ഭാഗമായി ലഭിച്ച രാജ്യസഭാ അംഗത്വം രാജിവെച്ചാണ് ജോസ് കെ മാണി LDFനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത്. ഉപാധിയൊന്നും മുന്നോട്ട് വയ്ക്കാതെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFിലേക്ക് വരുന്നതെന്നായിരുന്നു ജോസ് കെ മാണിയുടെ പ്രസ്താവന. LDFിൽ തന്നെ തുടരുമെന്ന NCPയും പ്രസ്താവിച്ചത് UDF പ്രചാരവേലയെ തുടർന്നുകാട്ടി. ജോസ് കെ മാണിയുടെ നിലപാട് പ്രഖ്യാപനത്തോടെ LDFിൽ പൊട്ടിത്തെറി പ്രതീക്ഷിച്ചവർക്ക് നിരാശരാകേണ്ടി വരുമെന്നുറപ്പായി. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന്റെ പേരിലാണ് 38 വർഷമായി UDFിൽ തുടരുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പുറത്താക്കുന്നതായി UDF കൺവീനറായിരുന്ന ബെന്നി ബെഹന്നാൻ പ്രസ്താവിച്ചത്. ജനാധിപത്യത്തിന്റെ കണിക പോലും UDFിൽ അവശേഷിച്ചിട്ടില്ലെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് UDFന്റെ ശില്പികളിൽ ഒരാളായ KM മാണി സാറിനെയാണ് പുറത്താക്കിയതെന്ന വൈകാരികമായ പ്രസ്താവന ഇറക്കാൻ ജോസ് കെ മാണി നിർബന്ധിതനായത്. UDF വിടുന്നതിന്റെ കാരണമായി ജോസ് കെ മാണി പറഞ്ഞ കാര്യങ്ങൾ നാടിന്റെ തന്നെ വികാരമാണ് എന്നതിൽ സംശയമില്ല. കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ കൈക്കൊള്ളുന്ന ജനക്ഷേമം ഉറപ്പുവരുത്തുന്ന നയസമീപനങ്ങളും മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടുകളുമാണ് മാറിച്ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് ജോസ് കെ മാണി പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം. മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിൽ LDF സർക്കാർ കാട്ടുന്ന ആത്മാർത്ഥതയും ജാഗ്രതയും അതിലൊന്നാണ്. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന്റെ വക്താവായ ഖുശ്ബു BJPയിൽ ചേർന്നത്. കേരളത്തിൽ നിന്നുള്ള വക്താവ് നേരത്തെ തന്നെ BJPയിലെത്തിയിരുന്നു. കാവ്യവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൽ ന്യൂനപക്ഷ ജനതയ്ക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് BJPയുടെ B ടീമായി അധപ്പതിക്കുകയും ചെയ്തു. ഒപ്പം ഇസ്ലാമിക തീവ്രവാദമായുള്ള സഹകരണം ആ മുന്നണിയെ മതനിരപേക്ഷ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തി. ആദിവാസികളുടെ അവകാശങ്ങൾക്കു വേണ്ടി പോരാടിയ ഫാദർ സ്റ്റാൻ സ്വാമിയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തു വന്നിരുന്നു. അതോടൊപ്പം കർഷകരെ കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്ക് അടിയറ വയ്ക്കുന്ന കേന്ദ്രത്തിന്റെ നയത്തിനെതിരെ പൊരുതുന്നതിലും ഇടതുപക്ഷമാണ് ശരിയായ നിലപാട് സ്വീകരിക്കുന്നതെന്നും ജോസ് കെ മാണി അഭിപ്രായപ്പെടുകയുണ്ടായി. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിലും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലും സംതൃപ്തി രേഖപ്പെടുത്താനും ജോസ് കെ മാണി തയ്യാറായി. ഇടതുപക്ഷമാണ് ശരിയെന്ന് ജോസ് കെ മാണി പറഞ്ഞതിന് കേവലം ജോസ് കെ മാണിയുടെയോ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ മാത്രമോ വികാരപ്രകടനമല്ല. കമ്പോള മുതലാളിത്തത്തിന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെന്ന് മാർപ്പാപ്പ പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് ആഗോള വ്യാപകമായി തന്നെ സ്വീകാര്യത ഏറുകയാണെന്ന് വ്യക്തമാകും. UDF സ്വീകരിക്കുന്ന സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങൾ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതെന്നല്ല തിരിച്ചറിവ് വ്യാപകമാകുകയാണ്. ഇടതുപക്ഷത്തിന്റെ നയങ്ങളും സമീപനങ്ങളുമാണ് കൂടുതൽ ശരിയെന്ന ചിന്തയും ഉയർന്നുവരികയാണ്. ഈയൊരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ഒരു പ്രമുഖ വാർത്താ ചാനൽ ഇടതുപക്ഷത്തിന് തുടർഭരണം ലഭിക്കുമെന്ന് പ്രവചിച്ചത്. ഇതുകേട്ട് ഉറക്കം നഷ്ടപ്പെട്ടവരാണ് നട്ടാൽ മുളയ്ക്കാത്ത നുണക്കഥകളുമായി പ്രക്ഷോഭ പരമ്പരകളുമായി ഈ കോവിഡ് കാലത്തും ഇറങ്ങിപ്പുറപ്പെട്ടത്. അവർക്ക് വക്കാലത്തുമായി ചില മാധ്യമങ്ങളും രംഗത്തു വന്നു. എന്നാൽ
അവരുടെ നുണക്കഥകൾ ജനങ്ങളെ സ്വാധീനിക്കുന്നതില്ലെന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ തീരുമാനം. കേരളത്തിലെ രാഷ്ട്രീയ ബലാബലത്തിൽ മാറ്റം വരുത്തുന്നതായിരിക്കും കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം. വരുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൂടുതൽ മുന്നേറ്റം സൃഷ്ടിക്കാൻ LDFന് കഴിയുമെന്നുറപ്പ്. ഇത് സ്വാഭാവികമായും UDFനെ തളർത്തും. ഘടകകക്ഷികൾ ഒന്നൊന്നായി കൊഴിഞ്ഞു പോകുക വഴി ദുർബലമായ UDF ഇനിയും ശോഷിക്കും. ഏതു രീതിയിൽ നോക്കിയാലും കേരള രാഷ്ട്രീയത്തെ കൂടുതൽ ഇടത്തോട്ടേക്ക് നയിക്കാൻ രാഷ്ട്രീയ ചലനങ്ങൾക്കായാണ് നാന്ദി കുറിക്കപ്പെട്ടിട്ടുള്ളത്.